ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജോസ 2022 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ മെയിനായിട്ടുള്ള 2 സ്റ്റെപ്പുകളെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കുട്ടികൾക്കും ഇനി അവരുടെ റാങ്ക് വെച്ചിട്ട് ജോസയിൽ വഴി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. പല കുട്ടികളും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല കോളേജസിനെ പറ്റിയിട്ടും അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ, ലൈക്ക് NIT കാലിക്കട്ട് എനിക്ക് കിട്ടുമോ, SPA ഡൽഹി എനിക്ക് കിട്ടുമോ, SPA ഭോപ്പാൽ എനിക്ക് കിട്ടുമോ, ഈ 3 ക്വസ്റ്റ്യനാണ് ഞാൻ കൂടുതൽ കേട്ടത്. അപ്പോൾ പല കുട്ടികൾക്കും ഇത്തരം ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഓൾറെഡി അറിയാം, അവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അനാലിസിസ് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് SPA ഡൽഹിനെ പറ്റിയിട്ടാണ്. SPA ഡൽഹിയിൽ ജനറൽ കാറ്റഗറിയിൽ 204 റാങ്ക് വരെയാണ് ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചത്. OBC കാറ്റഗറിയിൽ വരുമ്പോൾ 246 റാങ്ക് വരെ ആണ് പോയത്. ഓക്കെ, ഇനി സെക്കൻഡ് SPA ഭോപ്പാലിലേക്ക് കിടക്കുമ്പോൾ SPA ഭോപ്പാലിൽ ജനറൽ കാറ്റഗറിയിൽ 429 വരെ റാങ്കുള്ള കുട്ടികളാണ് അവിടെ പഠിച്ചത്. ഇനി OBC കാറ്റഗറി റാങ്കിനെ പറ്റി നോക്കുമ്പോൾ 423. ഓക്കെ, അപ്പോൾ 429ഉം 423 SPAയിൽ ജനറലിലും OBC കാറ്റഗറിയിലും വന്നിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇനി മൂന്നാമത്തെ SPA എന്ന് പറയുമ്പോൾ SPA വിജയവാഡയാണ്. അപ്പോൾ SPA വിജയവാഡയിൽ ജനറൽ കാറ്റഗറിയിൽ 581 വരെയുള്ള കുട്ടികൾക്കാണ് ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ വരുമ്പോൾ 395 റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയാറായപ്പോൾ സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് NITസിലേക്ക് കിടക്കാം. NIT കാലിക്കറ്റിൽ വരുമ്പോൾ ഹോം സ്റ്റേറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. 342 റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഹോം സ്റ്റേറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. OBCയിൽ വരുമ്പോൾ 169 വരെയുള്ള കുട്ടികൾക്കാണ് OBCയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. NIT ട്രിച്ചിയിൽ നോക്കുമ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റാണ് നോക്കേണ്ടത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ 248 വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. OBC കാറ്റഗറി റാങ്ക് നോക്കുമ്പോൾ 234 വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് NIT ട്രിച്ചിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് MNIT ഭോപ്പാലാണ്. MNIT ഭോപ്പാലിൽ ജനറൽ കാറ്റഗറിയിൽ 941 വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. OBCയിൽ നോക്കുമ്പോൾ 547 വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് MNIT ജയ്പൂരാണ്. MNIT ജയ്പൂരിൽ ജനറൽ കാറ്റഗറിയിൽ 734 വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ നോക്കുമ്പോൾ 448 വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് MNIT ജയ്പൂരിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് NIT ഹമീർപൂറാണ്. NIT ഹമീർപൂറിൽ ജനറൽ കാറ്റഗറിയിൽ 985 വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ 584 വരെയുള്ള കുട്ടികളാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഈ നെക്സ്റ്റ് വരുന്നത് NIT റായ്പൂരാണ്. NIT റായ്പൂരിൽ ജനറൽ കാറ്റഗറിയിൽ 1045 വരെയുള്ള കുട്ടികൾക്കാണ് ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ 562 വരെ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയുള്ള കാര്യമാണ് പറയുന്നത്. VNIT നാഗ്പൂരിൽ ജനറൽ കാറ്റഗറിയിൽ 885 വരെയാണ്. ലാസ്റ്റ് അലോട്ട്മെൻറ്റ് എത്തിയപ്പോൾ OBC കാറ്റഗറിയിലേക്ക് സീറ്റ് അവിടെ ബാക്കിയില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നിട്ടുള്ളത്. അതിന് മുന്നത്തെ അലോട്ട്മെൻറ്റിൽ അത് ഫില്ലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വരുന്നത് NIT പാട്നയാണ്. NIT പാട്നയിൽ ജനറൽ കാറ്റഗറിയിൽ 1134 വരെയുള്ള കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ 616 വരെ റാങ്ക് ലഭിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 6 റൗണ്ട്സ് ഓഫ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ. NIT റോർക്കേലയിൽ ജനറൽ കാറ്റഗറിയിൽ 622 വരെയുള്ള കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. OBCയിൽ 375 റാങ്ക് വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ശ്രീമാതാ വൈഷ്ണോദേവി യൂണിവേഴ്സിറ്റിയിൽ ജനറൽ കാറ്റഗറിയിൽ 1709 വരെയുള്ള കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്.
OBC കാറ്റഗറിയിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ സീറ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നില്ലിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് മെർസേനെ പറ്റിയിട്ടാണ്. അവിടെയും ജനറൽ കാറ്റഗറിയിൽ 1183 വരെയുള്ള ഇതിലേക്കാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്നത് മിസോറാം യൂണിവേഴ്സിറ്റി, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മിസോറാം യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുമ്പോഴും ജനറൽ കാറ്റഗറിയിൽ 1772 വരെ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ലോ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കും NIT IIT പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ലോ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് NIT IIT പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. താങ്ക്